ഒരു നെഗറ്റീവ് എനിക്കില്ലല്ലോ. ഞാൻ വേണമെന്നല്ല, ഏതൊരാളാണേലും ഒരു സ്ത്രീയെ 5 തവണ ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? ഞാനൊരു സ്ത്രീയാണ്, ഒരു തവണ ബലാത്സംഗം ചെയ്യാം. ബാക്കി 4 തവണയും ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല. ആരാ പറഞ്ഞത്? തെറ്റല്ലേ? ഞാൻ വേണമെന്നല്ല, ഏത് പുരുഷനായാലും ഞാനത് അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ബലാത്സംഗമൊന്നും ഇല്ല. അതൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ചിന്തിച്ച് ആലോചിച്ച് പറയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അത് പറയാണ്ടിരിക്കുക. കാരണം ഒന്നിൽ കൂടുതൽ ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി കേസുകൾ, അതായത് ചൈൽഡ് ലൈൻ ഈ ചൈൽഡ് ലൈൻ എന്ന് പറയുന്ന രീതിയിലുണ്ടല്ലോ, അവരുടെ അടുത്തും ഈ കൗൺസിലിൻ്റെ അടുത്തും ഈ സ്കൂൾ കുട്ടികളിലൊക്കെ പോയി കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം നിരന്തരമായിട്ട് ബന്ധുക്കളിൽ നിന്നും 1-2 മാസമല്ല, വർഷങ്ങളോളം പീഡനം അനുഭവിച്ച കുട്ടികൾ വരെയുണ്ട് ചെറുപ്രായത്തിൽ തന്നെ. ഇതിൽ ഒരുപാട് പെൺപാണിപ്പ കേസുകളിൽ തന്നെ എടുത്തു നോക്കിയാലും നിരവധി വർഷവും മാസങ്ങളും നിരവധി തവണയും ബലാത്സംഗം ചെയ്തവരുണ്ട്. അതിക്രൂര പീഡനങ്ങളേറ്റ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ആവേശം മുറ്റും കാരണം പുരുഷന്മാർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാ രീതിയിലും പുരുഷന്മാർ നല്ലവരാണ്, മറ്റുള്ളവരെല്ലാം ചീത്തയാണെന്ന് ഈ രീതി ഉണ്ടല്ലോ, അത് അത്ര നല്ലതല്ല. ഒന്നിൽ കൂടുതൽ തവണ ബലാത്സംഗം ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു തവണ ബലാത്സംഗം എന്ത് രീതിയിലൊരു രീതിയിലൊക്കെ ഇടുന്ന് പറയണേ. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? കാര്യം പറഞ്ഞിട്ട് വയ്ക്കുക. നിരവധി കുട്ടികളായി ഒരുപാട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ, അതായത് നിരവധി കൊച്ചു കുട്ടികൾ. ഈ ഇടയ്ക്ക് അങ്ങാണ്ട് ഒരു കൊച്ചിന് അമ്മയെ എറിഞ്ഞു വന്ന ഒരു കൊച്ചിന് ആ പുഴയിലേക്ക് എറിഞ്ഞു വന്നു. ആ കൊച്ചിൻ്റെ ഇതേ രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ നിരവധി തവണ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ആൺകുട്ടി, അതായത് RSS ശാഖയിൽ പഠിക്കുന്ന ഒരുത്തനെ നിരന്തര തവണ അവിടുത്തെ മുതിർന്ന നേതാക്കളൊക്കെ അവിടെ ഇട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്, ആൺകുട്ടിയെ നിരവധി തവണ. അതൊന്നും കാണുന്നില്ലേ? ചുമ്മാ വായി തോന്നിയതെന്ന് പറയരുത്. കാരണം ചിന്തിച്ചിട്ട് വേണം പറയാൻ. ഒരു സംഘടനകൾ തന്നെയാണ്, നിങ്ങളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങളുടെയും ഈ രാഹുൽ ഈശ്വർ, മറ്റേ വട്ടിയൂർക്കാവ്, എന്തോ ഒരു അജിത് കുമാർ, അവരൊക്കെ രീതി സ്ത്രീകളെല്ലാം മോശം, പുരുഷന്മാരെല്ലാം നല്ലവരാണെന്നുള്ള രീതി. എല്ലാവരും നല്ലവരും ചീത്തവരും ഉണ്ട്. അത് പ്രത്യേകിച്ച് വിഭാഗങ്ങളൊന്നുമില്ല. പിന്നെ സ്ത്രീകളും ഒരുപാട് പീഡനം അനുഭവിക്കുന്നുണ്ട്. ഈ കൊച്ചുകുട്ടികളുടെ പീഡനങ്ങളൊക്കെ നിങ്ങളത് കാണുന്നതല്ലേ. ചുമ്മാ എങ്ങനെയൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുമെന്ന് അറിയാൻ പാടില്ല.